നമസ്കാരം. കേരളത്തിലെ മലയാളികൾ നേരിടുന്ന പ്രധാന പ്രയാസങ്ങൾ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന പ്രയാസ കേരളത്തിൻ്റെ 3232 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രയാസ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ ഏറെ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ചാണ്. ഈ റോഡ് അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതിന് പരിഹാരം നൽകുന്നതിനുമായി ഞങ്ങളുടെ അവതാരകൻ ശ്രീ കുഞ്ഞുകുഞ്ഞ് സാർ നിങ്ങളുടെ മുന്നിലെത്തുന്നു. നമസ്കാരം. എന്നെപ്പറ്റി ആ കുട്ടി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ അല്ലേ? എന്താ അല്ലേ? എന്നെ അങ്ങ് വല്ലാണ്ട് അങ്ങ് പുകഴ്ത്തി സംസാരിച്ചിരിക്കുകയാണ് ഇന്ന്. അങ്ങനെയാണ് സംസാരിച്ചാൽ മതി. കൊള്ളാം. കൊള്ളാം. അത് ഈ സ്റ്റുഡിയോയിൽ എവിടാണ് പട്ടി പെറ്റി കിടക്കണത്? എവിടാണ്? അയ്യോ സാർ, അത് പട്ടി പെറ്റി കിടക്കുന്നതല്ല, പിന്നെ നമ്മുടെ ഗസ്റ്റ് കരയുന്നതാ. ഗസ്റ്റാ? ആ, ആളുണ്ടല്ലോ അല്ല അവിടെ. എന്താ പ്രയാസം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എന്ത് പ്രശ്നമാണെങ്കിലും നമ്മളത് പരിഹാരം ഉണ്ടാക്കി തരാം. ഇപ്പൊ പറയാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? എനിക്ക് പറയാം. പറയൂ, എന്ത് പ്രശ്നമാണെന്നേലും പറഞ്ഞോളൂ. നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പറയാം സാറേ. പറഞ്ഞോ. അതായത് എൻ്റെ കാറ് ഇങ്ങനെ പോകുന്ന വഴി ഒരു പ്രൈവറ്റ് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു. അത് നല്ലതല്ലേ? നല്ലതാണത്. എന്താ അങ്ങനെ പറഞ്ഞു? അല്ല, ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചത് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, ഒന്നും. അപ്പൊ അത് നല്ലതല്ലേ? അതാണ് പറഞ്ഞത്. അപ്പം നല്ല ദുഃഖമുള്ള ആളാണ്, നല്ല പ്രയാസമുണ്ട്. പറഞ്ഞോളൂ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കേസായി സാറേ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലേ? പരാതി കൊടുത്തു. എന്നിട്ട് അവിടെ ചെന്നപ്പം ആ പോലീസുകാരും ആ ബസ്സിന്റെ ഡ്രൈവറും കൂടെ കൂടി എന്നെ ചതിച്ചു. പോലീസുകാർ ചതിച്ചു അല്ലേ? അയാളുടെ കൂടെ കൂടിയിട്ട്. എന്ത് കഷ്ടാണിത്. ഒരു പാവം പിടിച്ച വ്യക്തിനെ വണ്ടി തട്ടിയിട്ട് പോലീസുകാർ, നിയമം കാക്കേണ്ട പോലീസുകാരോട് ചേർന്നുകൊണ്ട് ആ പാവത്തിനെ പറ്റിക്കുക അല്ലേ? എന്ത് രാജ്യമാണ്, എന്ത് നാടാണിത്? എന്നിട്ട് ഞാൻ ശരിക്കും വിഷമിച്ചു പോയി. 2000 രൂപ എനിക്ക് തന്നു. പക്ഷെ എൻ്റെ വണ്ടിക്ക് 12000 രൂപയുടെ പണിയുണ്ടായിരുന്നു സാറേ. 2000 രൂപ തന്നുള്ളൂ? 12000 രൂപയുടെ പണിയുണ്ടായി. കരയണ്ട കേട്ടോ, കരയണ്ട. നമ്മളതിന് പരിഹാരം ഉണ്ടാക്കും. കരയണ്ട. 12000 രൂപയുടെ പണി വന്ന വണ്ടിക്ക് 2000 രൂപ കൊടുക്കുക എന്ന് വെച്ചാൽ എന്ത് കഷ്ടം അത്. എന്തായാലും നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയാനായിട്ട് നമുക്കതിൻ്റെ വീഡിയോ ചിത്രങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഹലോ നിവിൻ പോളി, ന്യൂ ജനറേഷൻ. ചിരിക്കുന്നു. സുഖിച്ചു കേട്ടോ. എഴുതി തീർന്നായിരുന്നോ? തീർന്നായിരുന്നോ? എന്താ ഇമ്പോസിഷൻ 100 തവണ എഴുതാൻ പറഞ്ഞ? എന്താ 100 തവണ എഴുതിയായിരുന്നു? അതെന്തായിരുന്നു ഇമ്പോസിറ്റ് എഴുതാൻ പറഞ്ഞത്? സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കാറിൽ യാത്ര ചെയ്യാൻ പാടില്ല. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ കാറിൽ യാത്ര ചെയ്യാൻ പാടില്ല. സെറ്റപ്പ് ഇല്ലാതെ ഞാൻ കാറിൽ യാത്ര ചെയ്യില്ല. സെറ്റപ്പ് ഇല്ലാതെ കാറിൽ യാത്ര ചെയ്യില്ലല്ലേ? അയ്യോ, മലയാള ഭാഷയുടെ അനുഭവ പരിജ്ഞാനമുള്ള പ്രീകോ, നിന്നെ എന്തോ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ എഴുതാം. അയ്യോ വേണ്ട, ഇനി എഴുതിയാൽ നീ തെറ്റിക്കും കേട്ടോ. എത്ര വയസ്സായി? 37. എത്ര? 37. എൻ്റെ അച്ഛൻ്റെ അതേ പ്രായം. അച്ഛന് ഇതുപോലെ നിൽക്കിടുമായിരുന്നു. പക്ഷേ അതിൻ്റെ പുറത്ത് മൂട്ടെന്ന് പറഞ്ഞ സാധനം കൊടുക്കും കേട്ടോ. എന്തോ ആ, അപ്പൊ വലിയ യൂസ് ഇല്ലാത്തതാ, വലിയ സെറ്റപ്പാ കേട്ടോ. ഒരു കാര്യം ചെയ്, താന് എഴുതണ്ട, വീണ്ടും തെറ്റിക്കാനല്ലേ എഴുതണ്ട. ഒരു കാര്യം ചെയ്, AC കാലോട്ട് കയറ്.
എവിടെ പോകുന്നു? കാറിനകത്ത് എൻ്റെ കാർ. ആ കാർ അവിടെ കിടക്കും. ഇത് എന്റെ AC കാണിൽ കയറി. അത് ഇങ്ങോട്ട് വാ ഡോർ തുറ. കാർ ഇവിടെ ഉണ്ട്, ഡോർ തുറടാ. അയ്യോ പതുക്കെ, അതിന് വേദനിക്കും. നേരെ കയറങ്ങോട്ട്. സീറ്റ് ബെൽറ്റ് ഇടും. അതോ വിട്ടുപോയി. ഒന്നുകൂടി ഇട്. പഴയ കാറാന്ന് തോന്നുന്നു. വീണ്ടും വിട്ടു. ഇട്. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാറേ, എന്റെ മകൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. നല്ല കാര്യമല്ലേ, മകൻ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്കൂ. എന്താണ് കാര്യം? അതല്ല സാറേ, രാവിലെ പോകുന്ന ഈ പ്രൈവറ്റ് ബസ്സുകാർ അവനെ കയറ്റുന്നില്ല ബസ്സിൽ. ഒരു കാര്യം ചെയ്യൂ, താൻ ഇവിടെ വന്നൊരു പരാതി തരൂ, ഞാൻ അന്വേഷിക്കാം. സാറേ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പരാതി എഴുതി തന്നിരുന്നു. അന്ന് സാറ് അന്വേഷിക്കാന്ന് പറഞ്ഞിരുന്നു. അതെ, ഒരു പരാതിയും കൂടെ തരൂ, ഞാൻ അന്വേഷിക്കാം. അല്ല സാറേ, അന്വേഷിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ വീണ്ടും പരാതി? എടോ, താൻ തന്ന പരാതി ഇവിടെ കാണാനില്ല, അതാ ഞാൻ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ഒരു കാര്യം ചെയ്യൂ, ഒരു പരാതി കൂടെ എഴുതി തരൂ, ഞാൻ അന്വേഷിക്കാം കേട്ടോ. ഓ ശരി. ഓക്കെ. എടൂ വിടൂ ഇട്ടു, എടൂ ഇടൂ വിട്ടു, എടൂ എടുക്ക. ഇടയ്ക്ക് നിർത്തുന്നുണ്ട്. പൊല്ലിഞ്ഞായി. ആരാടോ പുറത്ത്? സാറേ, അതെ, അത് നമ്മുടെ ആവണി തട്ടിയ പാർട്ടികളാണ്. ആര് പറ്റിയത്? നമ്മുടെ ആവണി ബസ്സില്ലേ, അത് തട്ടിയ പരാതിക്കാരൻ. നമസ്കാരം. സാറേ, എൻ്റെ വണ്ടിയില്ല സാറേ ആ ബസ് വന്ന് ഇടിച്ചത്. ശരിക്കും ഞങ്ങൾ കുടുംബം തകർന്നു പോകേണ്ടതാണ്. അപ്പൊ അത് കേസാക്കണം സാർ. അതിന് ഇത് കേസൊന്നും ആക്കേണ്ട കാര്യമില്ല. പരാതി ഇല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അത് എങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കും? ഇല്ല സാർ, ഇത് കേസാക്കണം സാർ. കേസായത് താൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും. അത് വേണോ തനിക്ക്? കുഴപ്പമില്ല, ഞാൻ കോടതി കയറി ഇറങ്ങിക്കോളാം. ഈ കുടുംബത്തിനെയൊക്കെ കൊണ്ട് ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കിയത് കോംപ്രമൈസ് ചെയ്ത് മാറ്. അല്ല സാർ, എൻ്റെ വണ്ടി തകർന്നു പോയി സാർ. കാരണം ഈ ബസ് എൻ്റെ വണ്ടിയെ വന്ന് ഇടിച്ചിട്ട് ഈ ഡ്രൈവർ ഇറങ്ങി ഓടി. അപ്പൊ എനിക്ക് തോന്നുന്നു അയാൾ മദ്യപിച്ചിട്ടുണ്ട്, ശരിക്കും മദ്യപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനുള്ള പരിപാടി ഇല്ല സാർ, ഇത് കേസാക്കണം സാർ. കാരണം ഇത്ര നേരം അവിടെ ഡ്രൈവർ വന്നിട്ടുമില്ല. സാർ ഇന്നലെ പറഞ്ഞു അദ്ദേഹം വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞതാ. അത് വിഷയമാക്കേണ്ട കാര്യമില്ല. ആള് വന്നേ കുറച്ച് കൂടി ഇവിടെ. എടോ, തന്നോട് 10 മണിക്കാണോ വരാൻ പറഞ്ഞത്? ഇപ്പോഴാണോ കയറി വരുന്നത്? അടിച്ചെന്റെ കെട്ടിറങ്ങിയിട്ട് കണ്ടോ സാറേ, കണ്ടോ? അദ്ദേഹം കെട്ടിറങ്ങിയിട്ടില്ല, ഇപ്പോഴും കെട്ടിറങ്ങിയിട്ടില്ല. വെള്ളം അടിച്ചിട്ടുണ്ട് അയാള്. ഇതുപോലെ ഇന്നലെ വണ്ടി ഓടിച്ചപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ട് സാറേ. എനിക്ക് തോന്നി ഇയാൾ എന്തൊക്കെയാണ് പറയണത് സാറേ? സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അതായത് എന്റെ വീടിന്റെ തൊട്ട് മുമ്പിലാണ് ചെമ്മീൻ കെട്ട്. അവിടെ ഇത്തിരി വെള്ളം കയറിയായിരുന്നു. ആ വെള്ളം ഒന്ന് ഇറങ്ങിയിട്ട് വേണ്ടി എനിക്ക് വരാനായിട്ട്. അല്ലാണ്ട് പിന്നെ വേറെ എന്താ വിഷയം? അല്ലാതെ വേറെ ഒന്നുമില്ല. ഇയാള് പറയുന്നത് സത്യമല്ല. എടോ, എന്തോന്നായിരുന്നാലും ഇതൊരു കോംപ്രമൈസിൽ പോകണം. വണ്ടിയിൽ പറയുമ്പോൾ തട്ടി മുട്ടിയൊക്കെ ഇരിക്കും. അത് നമ്മൾ എങ്ങനെ ഒരു സോൾവ് ചെയ്ത് പോകണ്ടേ? ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ വിഷയമാകുന്നു. കേസിന്റെ കാര്യം ഇയാളുടെ പറഞ്ഞിട്ട് ഇയാൾ കേൾക്കുന്നില്ല സാറേ. എന്റെ വണ്ടി മുഴുവൻ തകർന്നു പോയില്ലേ? ഞാൻ എന്റെ ഭാര്യയും ഞാനും എന്നെ യാത്ര ചെയ്തത്. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ സാറേ? ആക്ച്വലി എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം സാറ്. അവിടെ സ്കൂട്ടിലുണ്ടായി. സോറി, പറഞ്ഞു. പിറവം മണിയുടെ റോഡ്. അല്ല, 4 വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 4 വാഹനം. ശരിക്കും 3 പോകാൻ പറ്റുള്ളൂ ആ റോട്ടിൽ കൂടി, അറിയാമോ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് 4ാമത്തെ വാഹനം. എന്റെ വണ്ടി എന്ത് ചെയ്യുമോ? എന്റെ വണ്ടി എന്ത് ചെയ്യും? എന്റെ വണ്ടി കയറിയിട്ടില്ല. ഞാൻ വന്ന് നോക്കുമ്പോ 4 എണ്ണം ഇങ്ങനെ വെക്കുന്നത്. 2 പോയിക്കൊണ്ടിരിക്കാൻ. എനിക്ക് പോകാൻ ഗ്യാപ്പില്ല. ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി, എനിക്ക് സൈഡ് തന്നില്ല. ഞാൻ നേരെ വിടുവോ? 25 വർഷത്തെ എക്സ്പീരിയൻസാ. ഇതിലെടുത്ത് തന്നില്ല, സൈഡ് തന്നില്ല. ഇതിലെടുത്ത് പുതിയൊരു റോഡ് ഉണ്ടാക്കി ഞാൻ ഇതിലാണ് കയറി. നേരെ അങ്ങോട്ട് കത്തിച്ച് നേരെ എന്റെ നെഞ്ചത്തോട്ട് വരവാ. എന്റെ നെഞ്ചത്തോട്ട് ഒറ്റ വരവായികള്. സാറിനറിയോ, എന്റെ വണ്ടിക്കകത്ത് ഞാനും എന്റെ മുത്ത് മാത്രമേ ഉള്ളൂ. ഭാര്യ സത്യം പറഞ്ഞ ഇടിച്ച് ഞങ്ങൾ മരിച്ചു പോയനെ സാറേ. ഇപ്പം മരിച്ചില്ലല്ലോ, ശരിയല്ലേ? സാറേ, 2 പേരുള്ള ഇയാളുടെ വണ്ടിയിൽ. എന്റെ വണ്ടിയിൽ എത്ര പേരെന്ന് അറിയാമോ സാർ? പറഞ്ഞുതരാം. അതായത് 29 പേര് സീറ്റിംഗ്, ഒരു 40 പേര് സ്റ്റാൻഡിങ്, ബാക്കി ഒരു 6 പേര് കമ്പി. മനസ്സിലായി? കമ്പിയെ പിടിച്ച് തൂങ്ങി. ഈ ഇത്രയും പേരെ രക്ഷിക്കണോ? ഈ 2 കോഞ്ഞാട്ടുകളെ ഞാൻ ഇടിച്ച് താഴ്ത്തുന്നു. ഞങ്ങൾ കോഞ്ഞാട്ടല്ലേ, ഞങ്ങൾ കുടുംബക്കാരാണ്. ഞങ്ങൾ കുടുംബത്തിൽ വർഷങ്ങളാണ് ഞങ്ങൾ ഡ്രൈവിംഗ് അറിയാവുന്ന. താനോ കൊണ്ട് പറയണ്ട. താൻ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ താൻ
നിങ്ങൾ കൈകൊട്ടി കളിക്കാൻ ഇതിനോത്സവം വേദിയല്ല, എന്റെ പോലീസ് സ്റ്റേഷനാണ് കേട്ടാ. വേദന വേറെ ഇതാണോ കേൾക്കുന്നത്? ഇത് 25 കൊല്ലമായിട്ട് വണ്ടി ഓടിക്കണ എൻ്റെ അടുത്ത്. എടോ ആക്ച്വലി താൻ ഭയങ്കര ഓവർ സ്പീഡായിരുന്നോ? സത്യം പറഞ്ഞ ഞാൻ ഓവർ സ്പീഡ് അല്ലായിരുന്നു. പേടിയാ സാറേ, പേടിയാ പറയാം. ഇയാളൊന്നും മിണ്ടാനൊരു കാര്യം പറയട്ടെ. പറയട്ടോ. 6:55 സെന്റ് മേരീസ് ഇറങ്ങും. ഓക്കെ. സെന്റ് മേരീസ് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്റെ പവിഴായിട്ട് ഇറങ്ങും. ഓക്കെ. എന്റെ പവിഴത്തിനെ കണ്ടു കഴിഞ്ഞാൽ നാസർ വരും. നാസർ വന്നു കഴിഞ്ഞാൽ ഗോപികൻ വരും. ഈ ഗോപികയും നാസറും തമ്മിൽ പണ്ടൊരു മുട്ടുമുട്ടിട്ടുണ്ട്. എനിക്കറിയാം. ഇവിടെ നല്ല അപ്രസേഷനിലായിരുന്നു. നോണ പറയല്ലേ? സാറേ ഞാനൊരു കാര്യം പറയാം. ഈ 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ പെർമിറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ തോന്നിവാസം കാണിക്കുന്നത്, ഇങ്ങനെ കിടന്ന് പായുന്നത്. ഞങ്ങളെ പഠിപ്പിക്കണ്ട കേട്ടോ. നിങ്ങളെപ്പോലുള്ളവർക്ക് പെർമിറ്റ് ചെയ്യുന്നത് ഞങ്ങളാ കേട്ടോ. എടോ നിങ്ങളെപ്പോലുള്ള ചെറിയ വണ്ടികളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരി. പറയാനുണ്ട്, ചെറിയ വണ്ടി ഇവിടെ നിരോധിക്കണം. ഇവിടെ കേരളത്തിൽ ചെറിയ വണ്ടി വേണ്ട, എല്ലാം വലിയ വണ്ടി മതി. അപ്പൊ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം യാത്രയുടെ വീട്ടിൽ പോരുന്നായി. എനിക്ക് ശ്രീധരനെ കിട്ടിയ വണ്ടിയാ, എനിക്ക് എപ്പോഴും ഓടിക്കാം. പിന്നെ അതെ ശ്രീധരൻ കിട്ടിയ വണ്ടിയായിട്ട് എന്റെ നേരത്തേക്ക് വന്നാൽ ഞാൻ തലയെ കൂടി കെട്ടിക്കൊണ്ട് പോകും. താനിലൂടെ വന്ന് ഞങ്ങളെ ഇടിക്കാൻ വേണ്ടി വന്നത് അല്ലേ? കാര്യം പഠിക്കണ പോയി സാറ് ഞാൻ ഈ പറഞ്ഞത് ഒരു കാര്യം പറയട്ടെ. എടോ ഞാൻ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ തന്റെ പേരിലും കേസെടുക്കണം. ഞാനെന്ത് തന്റെ വണ്ടിക്ക് വൈപ്പറില്ലെന്ന്. സൈഡ് മിററില്ല. അയ്യോ വൈപ്പറൊക്കെ മഴയുള്ളപ്പോഴല്ല സാറേ ഇടുന്നത്. മഴയാണോ വെയിലാണോ നോക്കേണ്ട കാര്യമില്ല. തന്റെ വണ്ടിക്ക് വൈപ്പർ ഉണ്ടോ ഇല്ലായോ? വൈപ്പർ ഉണ്ട്. സൈഡ് മിറർ അവിടെ പോയി. സാറ് ഇയാൾ ഇടിച്ചു കളഞ്ഞു വണ്ടി ഇന്നലെ. ഇടിച്ചിട്ട് ഇത്രയും മണിക്കൂറായില്ലേ? പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ല സാറ്. അത് പൊല്യൂഷന്റെ ഒക്കെ ഇവിടുന്നല്ലേ പോലീസിന്റെ അല്ല, പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ല, പൊല്യൂഷൻ. സാർ അത് ഞാൻ അതെ ഞാനൊരു ഇതിന്റെ വിഷയമൊന്നുമില്ല. പറയാ ഞാൻ ഒരു പൊക്കം കുഞ്ഞൊറ്റ റോസ് കളർ ഒരു തോണ്ടിനുള്ളൂ കേട്ടോ. ഇത് തന്റെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് അവർ കൊട്ടേഷൻ വിടും. കൊട്ടേഷൻ വല്ലതും വന്നാലുണ്ടല്ലോ തനിക്ക് ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇതെങ്ങനെ കോംപ്രമൈസ് ചെയ്ത് വിടുന്നതാണ് നല്ലതെന്ന്. സാറേ എന്റെ വണ്ടി തകർന്നു പോയി, ഫ്രണ്ട് മൊത്തം തകർന്നതിന്റെ പൈസ വാങ്ങിച്ചാൽ തലക്ക് എല്ലാ തലക്കടിച്ച് കഴിഞ്ഞാൽ തന്നെ വീഴും. കെട്ടി ഞാൻ പിന്നെ വിളിക്കാം. സാർ വിളിക്കാം. എന്ത് സാറേ? അതെ പേരെന്തോ പറഞ്ഞേ? സഹദേവ. ഒരു എല്ലാം കൂടെ വണ്ടി റെഡിയാക്കി കിട്ടിയ 2000 രൂപ കൊടുത്തേ. എന്തുട്ട സാറേ 2000 രൂപ ഒന്നും ഇല്ലെന്ന്. കൂടുതലാണ് അതെനിക്കറിയാം. 2000 പ്ലീസ്. സാറ് 2000 പോരാ, ഫ്രണ്ട് മൊത്തം പോയി. ഒരു 12000 രൂപയെങ്കിലും വേണം സാറേ. 2000 രൂപ കിട്ടിയില്ലേ? ഇനി ബാക്കി 10 രൂപ എനിക്ക് ഉണ്ടാക്കിയാ പോരെ? ഇടോ അതിനല്ലേടോ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ ഉള്ളത് ഇല്ലേ? അല്ല സാറിനും ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഐശ്വര്യമായിട്ട് വരത്തൊക്കെ വാങ്ങിച്ചു സാർ. അത് വാങ്ങിച്ചു നിങ്ങളെ കയ്യാരാ വാങ്ങിക്കേ. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, മനസ്സിലായി? അഡീഷണൽ ഫിറ്റിങ്ങിനുള്ള പൈസ ഉണ്ട്. പിന്നെ അതെ ഒപ്പം പോയി ഒപ്പിട്ടിട്ട് വേഗം സമയം പെട്ടെന്നായിക്കോട്ടെ. നാളെ പോരുതേ. ശരി, വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞാൽ കേട്ടോ. പണിയായിട്ട് ഇറങ്ങി. അയ്യോ സാറേ ഞാൻ പോകുന്നു കേട്ടോ. എന്തേ നിർത്താറായില്ല. സെറ്റിൽ ചെയ്ത് 10-15 കേസാണ് ഇപ്പൊ തീർന്നേനെ. ഇപ്പൊ നമ്മൾ നാണാവൂല സാറേ. ഒരു നാണം. ചുമയൊക്കെ ഉണ്ടല്ലോ. ചുമച്ചപ്പോ ഓക്കെ ശരി. സാറേ സമയം ഒരുപാട്. ഞാൻ പോട്ടേനാ. എവിടെ പോകുന്നു? ഓട്ടോ ഉണ്ടോ? ടെസ്റ്റ് ഉണ്ട്. എന്ത് വണ്ടിയുടെ ടെസ്റ്റാ? വണ്ടിയുടെ ടെസ്റ്റ് അല്ല, ലൈസൻസിന്റെ ടെസ്റ്റ്. അപ്പൊ ഇതിനു മുമ്പ് എടുത്തത് കിട്ടി? അന്ന് ഞാൻ ടെസ്റ്റ് എടുക്കാൻ പോയപ്പോ ടീ എടുക്കാൻ പറഞ്ഞല്ലോ. അതെ, ടീ എടുക്കുന്നത് ആയി പോയി. അപ്പൊ ഇന്നെങ്കിലും എനിക്ക് ലൈസൻസ് എടുക്കണം. എടുത്തിട്ടേ അടങ്ങുള്ളൂ. അത് എത്ര കാശ് മുടക്കിട്ടാലും വേണ്ടില്ല. പിന്നെ ശരി എന്നാ. അപ്പൊ ഞാൻ എടുത്തോ വിട്ടോ. ഇവിടെ എന്നോടാണ് എന്റെ പി സി. ലൈസൻസ് ഇല്ലാതെ തന്നെ എന്ത് ഭംഗിയായിട്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത്. ഇനിയിപ്പോ ലൈസൻസും കൂടെ കിട്ടിക്കഴിയുമ്പോ തകർക്കും കേട്ടോ. സൂപ്പറായിരിക്കും. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ലാത്ത ഒരു ഡ്രൈവറും പോലീസുകാരുടെ ആ പാവത്തിനോട് കാണിച്ച കണ്ടില്ലേ? എന്താ ചെയ്യുക അല്ലേ? ഹലോ, മോങ്ങണ്ടാട്ടോ, മോങ്ങണ്ടാട്ടോ. മോങ്ങുന്ന കാര്യമല്ല, ഈ മുഖം എനിക്ക് കാണണ്ട, കരയുന്ന മുഖം എനിക്ക് കാണണ്ട കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ലാത്ത കുട്ടികൾ
ബസ് ഓടിക്കുന്ന കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പേടിയാവുകയാണ്. എന്താ കേരളത്തിൻ്റെ അവസ്ഥ അല്ലേ? എവിടെ വീട് എവിടാണ്? കൊളനട. ഒരു പരാതി എഴുതി തന്നോളൂ കേട്ടോ. ഞാൻ കൊളനട എംബസിക്ക് അയക്കാതെ. കൊളനട എംബസിക്ക് ഞാൻ അയക്കാതെ. കൊളനടയിൽ എംബസി ഇല്ലല്ലോ. അല്ല അത് അപ്പോൾ ചില പാർട്ടിക്കാരുണ്ടല്ലോ, ആ പാർട്ടി ആളുകളുണ്ട്, അവരെ കൊണ്ട് നമുക്കത് പരിശോധിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ പോയിക്കോ, എഴുന്നേറ്റ് പോയിക്കോ. പോ, കരയാന്നിട്ടോ, കരയാണ്ട, എല്ലാം ശരിയാകാന്ന് പറഞ്ഞില്ലേ. പോയിക്കോ കേട്ടോ. എടിച്ചുപടാ. ഇത് കഷ്ടമല്ലേ? ഇത് ഇങ്ങനെയാണോ ആളുകൾ പെരുമാറുക? ഇതൊക്കെ ഒരു കഷ്ടം തന്നെയാണ് കേട്ടോ. ഹലോ, പ്രയാസ കേരളത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അല്ല, ഞാൻ ഒരുപാട് നേരമായിട്ട് വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. പ്രയാസ കേരളം പരിപാടിയല്ലേ? ഇപ്പൊ കിട്ടാൻ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്. ഇത് എവിടുന്നാണ്? ഞാൻ പെരുമാന്തുരത്ത് നിന്ന് വിളിക്കുവാ സാറേ. പെരുമാന്തുരത്താ? അതെ. അപ്പൊ അവിടെ എന്താണ് ഇപ്പം ഇടാകൂടങ്ങൾ വല്ലതും ഉണ്ടോ? അല്ല സാറേ, ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ, അതായത് ഞാനും എന്റെ ഭാര്യയായിട്ട് നടന്നു പോകുമായിരുന്നേ. അതെ. അപ്പം എന്റെ ഭാര്യ വണ്ടി ഇടിച്ചിട്ടിട്ട് അങ്ങ് പോയി. അതെയോ? ആ. അപ്പൊ നിങ്ങൾക്ക് മറ്റു സ്ത്രീകളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല സാറേ. ആ വണ്ടി ഓടിച്ച പെണ്ണിന് അന്ന് ലൈസൻസ് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അവർക്കാണെ വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാനും അറിയില്ല സാറേ. അതെയോ? ഇവർക്കൊക്കെ ഇത് ആര് ഈ ലൈസൻസ് കൊടുക്കുന്നത്? എന്താ പേരെന്താണ്? എന്റെ പേര് മനോജ്. എൻ്റെ മനോജ്, നിങ്ങൾ ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? എൻ്റെ മനോജ്, ഇവിടെ ലൈസൻസ് കൊടുക്കുന്നതിന് ഒരു ലൈസൻസും ഇല്ല. ഇതൊക്കെ സത്യത്തിൽ മനോജ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിലോട്ട് ചെല്ലണം. അപ്പോൾ കാണാം അവിടെ നടക്കുന്ന തരികിട പരിപാടികൾ എന്തൊക്കെയാണ്. മനസ്സിലായ? എന്താ അല്ലേ? അതൊന്നും നിങ്ങൾ ഓർക്കണ്ട, അറിയാമോ? അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഉണ്ടോ, എവരിത്തിങ്. അതായത് നിങ്ങൾ ലൈസൻസ് ആയിക്കോട്ടെ, ടാക്സ് അടയ്ക്കണം, എന്ത് കാര്യത്തിന് ഇവിടെ കയറി വന്നാലും നിങ്ങളുടെ എവരിത്തിങ് കാര്യങ്ങൾ ഞങ്ങൾ ഓക്കെ ആക്കി തരും. അതാണ് എവരിത്തിങ്. അത് മതി. അപ്പോൾ എങ്ങനെയാ പൈസയുടെ കാര്യം? എങ്ങനെയാ ആശാന്? പൈസ 5000 രൂപ തന്നാൽ നിങ്ങൾക്ക് ലൈസൻസ് വീട്ടിലെത്തിച്ചു തരും. 5000 രൂപ മൊത്തത്തിൽ ഒരുമിച്ച് തരണം? പിന്നെ മൊത്തത്തിലെല്ലാവരും പകുതി വന്നിട്ട് പോകാനാ. എൻ്റെ പൊന്നു പക്ഷേ പകുതി തന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 2000 3000 രൂപ തോന്നി ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ലൈസൻസ് കിട്ടി കഴിഞ്ഞപ്പോണ്ടല്ലോ ഇപ്പം എന്നെ കാണുമ്പോൾ കാല് കൊടുത്ത് വണ്ടി വിട്ടു പോവാ. അതുകൊണ്ട് മൊത്തം പൈസ വാങ്ങിക്കാതെ ലൈസൻസ് തരുന്ന പ്രശ്നമില്ല. മൊത്തം പൈസ തരാമെങ്കിൽ ലൈസൻസ് തരാം. അങ്ങനെയേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോളേ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ലേഡീസ് സെറ്റപ്പ് ആണോ അതോ ആശാൻ തന്നെ? അതിനെ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുക ഒരു സുഖമൊക്കെ വേണ്ടേ ആശാനെ? നിങ്ങൾക്ക് ലൈസൻസ് ആണോ വേണ്ടത്, അല്ല സുഖമാണോ വേണ്ടത്? അല്ല, ലൈസൻസ് മതി. ലൈസൻസ് മതി. അല്ല, സുഖം വേണോ? വേണ്ട വേണ്ട, ലൈസൻസ് മതി. ലൈസൻസ് മതി. എന്നാൽ പൈസ കൂടെ വെച്ചിട്ട് നോക്കി. ഈ പ്രായത്തിൽ ഒന്ന് സുഖം ചോദിക്കാൻ വന്നേക്കണം. ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു. അല്ല, എണ്ണി നോക്കി. അല്ല, അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ ലൈസൻസ് അല്ലേ? പോകോ. അവന് ഡ്രൈവിംഗ് പഠിക്കണം, സുഖവും വേണം. പൊക്കോ അവിടെ നിന്ന്. പൂർവ്വമാർ കയറി വന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. താങ്ക് യു സർ. അത് കുറച്ച് ലൈസൻസ് വേണമായിരുന്നു, കിട്ടുമോ? എന്തോ? കുറച്ച് ലൈസൻസ് വേണമായിരുന്നു. അതിപ്പോ അങ്ങനെ പറഞ്ഞാലേ ഇത് ഈ മത്തി അതിലൊക്കെ തരുമ്പോൾ നമ്മൾ മാറ്റി തരാൻ പറ്റുന്ന സാധനം അല്ലല്ലോ ലൈസൻസ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ 2 വീലർ 3 വീലർ 4 വീലർ അങ്ങനെയൊക്കെ. അത് ശരിക്കും ഹെവി എടുക്കുമായിരിക്കും നല്ലത് കേട്ടോ. അതെന്താ? അല്ല, ഹെവി ആകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിലായല്ലോ. മൊത്തത്തിലായല്ലോ. അല്ല, ഇതിപ്പോ പെട്ടെന്ന് തന്നെ അങ്ങനെ എടുക്കാൻ തോന്നിയത്? അതെന്താന്ന് അറിയാവോ സർ? എന്റെ ഹസ് അടുത്ത മാസം ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഹസ് പറഞ്ഞത് ലൈസൻസ് എടുക്കുവാണെങ്കിൽ വണ്ടി മേടിച്ചു തരാമെന്ന്. അല്ല, സ്വന്തമായിട്ടൊരു വണ്ടി ഉള്ളത് നല്ലതാണല്ലോ അല്ലേ? അല്ല, എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്. അല്ല, സ്വന്തമായിട്ടൊരു വണ്ടി ഉള്ളതാണ് നല്ലത്. അതെ അതെ അതെ. അയ്യോ, എന്തു പറ്റി? ഇന്നലെ മുതൽ ദാഹം ഉണ്ടായിരുന്നു, ഇപ്പൊ വെള്ളം കിട്ടിയതാ. കിട്ടുമോ പെട്ടെന്ന്? അല്ല, പെട്ടെന്ന് കിട്ടുമോന്ന്? പെട്ടെന്ന് ലൈസൻസ്. പിന്നെ ഞങ്ങളുടെ എവരിത്തിങ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ പ്രത്യേകത തന്നെ ലൈസൻസ് പെട്ടെന്ന് തരിക എന്നുള്ളതാണല്ലോ. പൈസ ഇത്തിരി കൂടുതലാവും. പൈസയൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല.
എത്രയാവും? ഒരു 10,000 രൂപ. അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ തന്നേക്കാം. റെഡി ക്യാഷ്. ഇതാ സർ. അപ്പൊ എന്ന് ക്ലാസ് തുടങ്ങും? ക്ലാസ് നാളെ തുടങ്ങാം. ആണോ? അപ്പൊ ഞാൻ രാവിലെ ഒരു 10 മണിക്ക് വരട്ടെ? ഇല്ല, 8:30 പോരെ, ഞാൻ റെഡിയാ. ആണോ? ഇത് ഉണ്ടാക്കോ, ഒന്ന് വായിച്ചു പഠിക്കാൻ. അല്ല ഇതെന്താ? ഇത് മറ്റേ ഇത് ലൈസൻസ് ഓടിക്കുന്നതിന്റെ നിയമങ്ങളാണ്. അതല്ല, കൈക്ക് എന്ത് പറ്റിയെന്ന് വിറയ്ക്കുന്നു? അല്ല, ആ കൈ പിടിച്ചിട്ട് ഈ കൈ പിടിച്ചാൽ വേറെ മാറുമായിരിക്കും. വെള്ളം കുടിച്ചില്ലേ, അങ്ങനെയാണ്. ഓക്കെ സർ, പോട്ടെ. ബൈ. നീ ഒരു രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടുന്ന? കണ്ടോ വണ്ടി കണ്ടോ? ഡോർ വർക്ക് തുടങ്ങാം. അയ്യോ ആശാൻ, അപ്പൊ നമ്മൾ തുടങ്ങും അല്ലേ? തുടങ്ങുവാണ്. എന്റെ ദൈവമേ, അപ്പൊ ആശാൻ അനുഗ്രഹിക്കണം. അപ്പം ധൈര്യമായിട്ട് തുടങ്ങിക്കും. അപ്പൊ ഇതെന്താന്ന് മനസ്സിലാവും? ഇതാണ് സ്റ്റിയറിംഗ്. ഇത് ഈ വളഞ്ഞിരിക്കുന്ന സാധനമാണ് സ്റ്റിയറിംഗ്. വളഞ്ഞല്ല, റൗണ്ട് ആയിട്ട് സ്റ്റിയറിംഗ്. ആ മോളുടെ വലതുകാലിന്റെ നേരെ കണ്ടോ? ഇതോ? അതാണ് ആക്സിലേറ്റർ. അത് ചവിട്ടിയാലാണ് വണ്ടി പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. അതിന് തൊട്ടിപ്പുറ കാണുന്നതാണ് ബ്രേക്ക്. അത് ചവിട്ടുമ്പോഴാണ് വണ്ടി നിൽക്കുന്നത്. അതിന് തൊട്ടിപ്പുറ കാണുന്നതാണ് ക്ലച്ച്. അതായത് വണ്ടി പോകുന്ന മൂവ് ചെയ്യുന്നില്ല, ബാലൻസ് ചെയ്യുന്ന അതിനകത്താണ്. അത്രേ ഉള്ളൂ. അതായത് ഇപ്പുറത്തെ ആക്സിലേറ്റർ, നടുക്കിരിക്കുന്ന ബ്രേക്ക്, അതിന്റെ ഇപ്പുറത്തെ ക്ലച്ച്, ഇത് സ്റ്റിയറിംഗ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആശാൻ പറ, എങ്ങോട്ടാ പോണ്ടേ? അയ്യോ, എങ്ങോട്ടാ? എന്റെ എന്തോ ആശാൻ എങ്ങോട്ടാ പോണ്ടേ? പറഞ്ഞോ. അല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. അത് വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് വേണമല്ലോ. ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ആക്സിലേറ്റർ ചവിട്ടിയാൽ വണ്ടി മുന്നോട്ട് പോകും. ആക്സിലേറ്റർ കൊടുക്കുമ്പോ വണ്ടി പോകും. അതാണ് ഒരു എന്നാ കാണിച്ചത്? ഇതെന്നെ പോവാത്തെ? അതെന്നാ കാണിച്ചപ്പോ ആക്സിലേറ്റർ ചവിട്ടാൻ പറഞ്ഞു. ഹായ്, ചവിട്ടി ഇളക്കി പറക്കില്ലത്. ആക്സിലേറ്റർ മോളുടെ സൈസ് വെച്ച് ആക്സിലേറ്റർ ചവിട്ടണ്ട, കാല് തൊട്ടാ മതി. മനസ്സിലായോ? മുന്നോട്ട് പോകണില്ലല്ലോ. മുന്നോട്ട് പോണേ വേറൊരു കാര്യമുണ്ട്. അതിനാണ് ഈ സാധനം കണ്ടോ? ഇതെന്നാ മനസ്സിലായോ? ഇതെന്നത് കൊടക്കമ്പി അല്ല, ഇതാണ് ഗിയർ. ഓ, ഗിയർ. ഇത് പറയണ്ടേ? അല്ല, ഒന്നുമില്ല, ഇതാണ് ഗിയർ. ഇത് ഗിയർ അല്ല, ഇത് ഈ വണ്ടിയുടെ പോകാനുള്ള ആവശ്യത്തിനുള്ള സാധനമാണ്, പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പം ഇതുണ്ടല്ലോ, പിടിച്ചേക്കുമല്ല ഗിയറിൽ. അപ്പം ഇതാണ് ഈ ഗിയർ ഇങ്ങനെ മുമ്പോട്ട് മാറ്റുന്നതാണ് ഫസ്റ്റ്. ഇത് സെക്കൻഡ്. ഇത് തേർഡ്. ഇനി ഇതാണ് ഫോർത്ത്. അപ്പൊ റിവേഴ്സ് ഇല്ലേ? അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പുറകോട്ട് പോകണം, മുമ്പോട്ട് തന്നെ പോകാം. എന്താ? അയ്യോ, അല്ലല്ല, നല്ല സുഖല്ലേ? ഇതാണ് ന്യൂട്രൽ. നീ ഇവിടെ നിന്നാണ് തുറക്കുന്നത്, മനസ്സിലായോ? ഇനി ആ കിടക്കുന്ന താക്കോലും ഉണ്ടോ? അത് പിടിച്ച് പിരിച്ചേ. ശരിക്കും അത് സ്റ്റാർട്ടാകുമ്പോ അങ്ങനെയുണ്ട്. വണ്ടി സ്റ്റാർട്ടായിപ്പോ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ. ഇനി ഒരു കഴിച്ചതേ, ഇത് ഗിയർ 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 ഫസ്റ്റ് ഇട്. ഫസ്റ്റ് ഇട്ടില്ലേ? ഇനി പയ്യെ ആക്സിലേറ്റർ കൊടുക്കുക. അത് ആ ലാസ്റ്റ് കാണുന്നത് കാല് കൊടുക്കാൻ അപ്പുറം. ഇനി ക്ലച്ച് പയ്യെ കാലടച്ചു കൊടു. അത് ഇത് വലത് കാല്. ആക്സിലേറ്റർ പയ്യെ കൂടെ പയ്യെ കൂടെ പയ്യെ കൂടെ പയ്യെ കൂടെ പയ്യെ കൂടെ പയ്യെ കൂടെ പയ്യെ കൂടെ. അങ്ങനെയാണ് ഡ്രൈവിംഗ്. അത് കുഴപ്പമില്ല. അയ്യോ, സ്കൂട്ടറാ. പേടിക്കണ്ടല്ലേ? വഴക്ക് പറയണെന്ന് പറഞ്ഞാ കരയില്ല.
അത് കൊച്ചു കൊടുക്കണം അടിക്കില്ല കട്ടി അടി നേരെ പോട്ടെ നേരെ പോട്ടെ കൊടുത്തോ കൂടെ അത് കുഴപ്പമില്ല കുഴപ്പമില്ലേ എങ്ങോട്ടൊക്കെയാ പോകുന്നേ കുഴപ്പമില്ലടാ കുഴപ്പമില്ലേ അച്ഛനെ പിടിച്ചോ അച്ഛനെ കട്ടറിച്ചടി അയ്യോ എന്നായിരുന്നു അച്ഛനത് അയ്യോ നാളെ രാവിലെ 8:30 ഒരു 7:30 വരാൻ പറ്റുമോ? ഞാൻ നാളെ വരണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. വരണം, ഗൾഫിൽ നിന്ന് വരുമ്പം സ്വന്തമായിട്ട് വണ്ടി വാങ്ങിക്കണ്ടേ? അതെ സാറേ ഇതിന് വരും. എന്റെ സാറേ ന്യൂട്രാക്കിട്ട് വേണ്ട ക്ലച്ച് കാലെടുക്കാൻ. എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ അതെന്നറിയാമല്ലോ. അറിയാം, ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നു. മുഴച്ചു വരും, തിരുമാ നോക്ക്. എനിക്കറിയാം, എന്നെ പാപ്പിക്കണ്ട. ഞാൻ ഇറങ്ങുക, എനിക്ക് പേടിയാ. ആൾക്കാർ തിരിച്ചു പോകുമ്പോ തന്നെ പോയാൽ ഞാൻ കൂടെ വരുന്നില്ല, എനിക്ക് പേടിയാ. അവനെന്നാ ഞാൻ പെണ്ണുങ്ങളിലൊക്കെ നിൽക്കുന്നത്? അവനകത്തിന് വന്നാ ആരോ സാറേ? ഇല്ല, നീല ഷർട്ട് പുള്ളി. പുള്ളിയോ? പുള്ളി 8 എടുക്കാൻ വന്നതാ. 8? അവന്റെ മട്ടും ഭാവം കണ്ടിട്ട് അവനെ കൊണ്ട് 9 എടുപ്പിക്കുന്ന നല്ലത്. അതാരെന്തെങ്കിലും എടുപ്പിക്കും, ഇവരെ കൊണ്ട് എന്തെങ്കിലും എടുപ്പിക്കണ്ടേ? മാറ്റി കൊടുത്തോ. ആ പിന്നെ സാറേ, നാടാ നിൽക്കുന്ന പയ്യനെ എൻ്റെ ഒരു പരിചയക്കാരനാണ്, എൻ്റെ നാട്ടിലുള്ള. അവൻ പ്രാവെന്നവനെ വിളിക്കുന്നത്. തല വെച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ, അവനെ എച്ചെടുക്കാൻ വന്ന. ശരി, അതെ, പരിചയക്കാരനാണോ? പരിചയക്കാരനാണ്. എന്നാ അവനെ കൊണ്ട് എച്ചെടുപ്പിക്കണ്ട, പിന്നെ വൈകിട്ട് നമുക്കൊരു MH എടുപ്പിക്കാം. സാറേ എന്നാ തോലിയാ സാറേ. അയ്യോ, ആ എല്ലാവരും ഈ കമ്പനി എടുത്ത് മാറി, ഇപ്പുറത്തോട്ട് മാറിയെന്നേ. ഇങ്ങോട്ട് മാറിക്ക്, ഇങ്ങോട്ട് മാറി. അവരവരുടെ പേര് വിളിക്കുമ്പോൾ പേപ്പറോട്ട് വരണം കേട്ടോ. ശരി ശരി സാറേ, തുടങ്ങിയേക്കാം. അയ്യോ, അവനടുത്ത് നമ്മളെ എറിയുപോയി. അയ്യോ, അവനത് തുഴയുവാണോ അതോ ഓടിക്കുവാണോ? തുഴഞ്ഞോണ്ടിരിക്കുകയല്ലേ. അവൻ തുഴഞ്ഞു വരട്ടെ, അവനെ ഞാനിവിടുന്ന് ഓടിച്ചോളാം. കള്ളന്മാരെ നോക്കുന്ന പോലെ എന്നെ എന്തിനാണ് നോക്കുന്നത്? എന്താ സാറേ വീണു സാറേ? നീ 8 എടുക്കാൻ വന്നാണോ അതോ ഇവിടെ നിന്നുള്ള മണ്ണ് കപ്പിക്കൊണ്ട് പോകാൻ വന്നാണോ? കമ്പി ഇളക്കിക്കൊണ്ട്. നീ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഈ വീണ് മണ്ണ് കപ്പുന്നത്? 10ാമത്തെ. ആന പോലെ വളർന്ന് അവിടെ നിന്ന് മോങ്ങുന്ന കണ്ടില്ലേ? മര്യാദക്ക് പഠിച്ചിട്ട് വരണം. ഇവിടെ വന്ന് നീ മണ്ണ് കപ്പാനായിട്ട് നീ ഇങ്ങോട്ട് വന്നേക്കരുത്. പോയി പഠിച്ചിട്ട് വേണം. കമ്പി 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 കുഞ്ഞുകുഞ്ഞൊക്കെ എവിടെയാന്ന് വെച്ചാ അടുത്ത ആളെ വിളിക്കട്ടെ സാറേ? വിളി. അഭ്യാസിയാന്ന് തോന്നല്ല, അഭ്യാസി. അവന്റെ പേപ്പർ നീ എടുത്തേ. സാറ് എന്താ കാണിച്ചു? അവന് ലൈസൻസ് ഇല്ല. അയ്യോ പാവോ സാറേ? ബാബു? ഏത് ബാബു? ബാബു അല്ല, നമ്മ ബാവാന്ന്. ബാബു ആയാലും ഗീവു ആയാലും അവന് ലൈസൻസ് ഇല്ല. അവനോട് കടന്നു പോകാൻ പറ, എനിക്ക് അവനെ കാണണ്ട. പോ. എന്താ സാറേ ഇത്? മാറ്റി വണ്ടി മാറ്റി, അടുത്ത ആള് വാ. എക്സലന്റ്. ഇല്ല, കമ്പിയെ മുട്ടിയായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. സാറ് ഒപ്പിട്ട് ഞാനാണ് വെഹിക്കിൾ.
സാറേ നോക്കിട്ട് അയ്യോ കഴിക്കാനാ പറ്റി ഒന്നുമില്ല മതി മതി മതി. എന്താണ് ഒരു സ്റ്റുഡന്റ് ഉണ്ട് സാറേ. ഈ എല്ലാരും പോയി കഴിഞ്ഞാൽ കയറി വരുന്നത് സമയത്ത് സാറേ എല്ലാരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്താ സാറിന് പേഴ്സണൽ ആയിട്ട് കണ്ടു. രാമകൃഷ്ണൻ താൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത്. ഇനി നടക്കല്ല, ഇത് നടക്കല്ല. ഇനി സമയമില്ല. അല്ല സാറേ നമ്മുടെ പാർട്ടി എപ്പോഴാണ് വരുന്നത്? 7 മണിയാകും വരും. ഇനി സമയമില്ല കേട്ടോ. സാർ അങ്ങനെ പറയല്ല സാറേ, നമ്മുടെ സ്റ്റുഡന്റ് സാർ. സാർ ഒന്ന് കാണും സാറേ. രാമകൃഷ്ണൻ ഞാൻ തന്നോട് പറഞ്ഞത് നേരത്തെ സാർ ഒരു മിനിറ്റ് സാർ. എന്ത് സ്റ്റുഡന്റ് ഷീനെ ഇവിടെ പറ്റില്ല, ഇനി ഇവിടെ ഓടിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് സാറേ. ഷീനെ ഷീന എന്താ ഷീന? നമസ്തേ. അതിനെന്താ ഇനി ഇതിന് ഓടിക്കാൻ ഇവിടെ കുഴപ്പമില്ല. ഇതിന് ഓടിക്കാം. സാറേ ഷീനയുടെ ഹസ്ബൻഡ് ദുബായിലാണ്. അടുത്ത മാസം വരികയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു വണ്ടി എടുക്കണം. അതിന് വേണ്ടി പെട്ടെന്ന് ഞാൻ പഠിപ്പിച്ച. എന്താ നമുക്ക് സമയമുണ്ടല്ലോ, ഇനി സമയം കിടക്കല്ലേ. സാറിന്റെ അടുത്തേക്കല്ലേ ഇവിടെ വരും. അതെന്തിനാ? ചിഹ്നം ചോദിക്കാനല്ലേ? അയ്യോ അതിന് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? ചിഹ്നമല്ല, സിഗ്നൽ സിഗ്നൽ. ഓ സിഗ്നൽ. സിഗ്നൽ ചോദിക്കും. അത് കാര്യം അങ്ങോട്ട് വന്നോളൂ. സിഗ്നലൊക്കെ അറിയാം സാർ. അയ്യോ അതെനിക്കറിയാം, സിഗ്നലൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. ഓടിച്ചു നോക്കണ്ടേ? ആദ്യം എന്താ ചെയ്യണ്ടേ സാർ? ആദ്യം നമുക്ക് 8 എടുക്കാം സാറേ. 8 എടുത്തോളൂ. എന്നാ 8 എടുക്കട്ടെ സാർ. ഞാനും വരാം. ഞാനത് ഞാൻ അയ്യോ അങ്ങനെ പേടിക്കേണ്ട കേസല്ല, പുള്ളിക്കാരൻ നമ്മുടെ പരിചയക്കാരനാ. ധൈര്യമായിട്ട് നോക്കോളൂ. അതിനെന്താ മാറ്റിയേക്കല്ലോ. അല്ല ഇരിക്കട്ടെ. വണ്ടി 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 ഒന്നും പേടിക്കാനില്ല. ഇനി ഊരാൻ കമ്പിയില്ല. അയ്യോ സാർ മതിയോ? ഇത്രയും കമ്പിയാ? എല്ലാം റെഡിയാണ്, എല്ലാം ഓക്കെയാണ്. ഈ കമ്പി എവിടെ ആയിരുന്നു വെച്ചാൽ അവിടെ തന്നെ കൊണ്ട് കുളിച്ചിടും. സാർ എന്റെ 8 ശരിയായോ? 8 16 ആയിരുന്നു. 16. അയ്യോ ഓക്കെ. ലൈസൻസ് തന്നു. അങ്ങനെ വിചാരിച്ചാ മതി. അല്ല ഇതേപോലുള്ള ലൈസൻസും മേടിച്ചോണ്ട് വണ്ടി ഓടിച്ച് നാട്ടുകാരുടെ നെഞ്ചത്തൂടെ വണ്ടി കയറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പൊ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കാൻ കൂടി പേടിയാണ്. കാരണം ഇമാതിരി ലൈസൻസും മേടിച്ച് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്ന മിടുക്കത്തികളും മിടുക്കന്മാരുടെ എണ്ണം ഇപ്പൊ കൂടുതലാണ്. വന്നല്ലോ പുതിയ പ്രയാസമായിട്ട്. എപ്പോ എത്തി? ഇങ്ങനെയുണ്ട്? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അതെയോ? അപ്പൊ ഈ പ്രയാസ കേരളത്തിൽ എന്താണ് പറയാനുള്ളതെന്ന്? എൻ്റെ സാറേ, എൻ്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം ഞാൻ എൻ്റെ മോനൊരു ബൈക്ക് മേടിച്ചു കൊടുത്തു. ന്യൂ ജനറേഷൻ ബൈക്ക് ആയിരിക്കും അല്ലേ? നിങ്ങൾ കഥ പറയും എന്താന്ന് വെച്ചാൽ വളച്ചു കിട്ടില്ല. അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കാനൊന്നുമില്ല. ഒരു കാര്യം എനിക്കതിൽ നിന്ന് മനസ്സിലായി. മക്കളെ ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ഓക്കെയാണ്, പക്ഷെ പിള്ളേരുടെ താളത്തിനൊത്ത് തുള്ളരുതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. നിങ്ങൾ ഈ സാഹിത്യമൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ മര്യാദക്ക് കാര്യം പറയാനുള്ള കാര്യങ്ങൾ നോക്കണം. സാറേ, ഞാനൊരു ഞായറാഴ്ച ദിവസം രാവിലെ ഭക്ഷണം കഴിച്ച് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അതെ, അന്നേരമാണ് ഭാര്യ എൻ്റെ അടുത്ത് ഈ ആവശ്യമായിട്ട് അടുത്ത് വരുന്നത്. അവനെ ഞാൻ വിളിച്ചതാ, അവന് ഭക്ഷണം വേണ്ടെന്ന്. രാവിലെ മുതൽ പട്ടിണിയാ, അവനറിയാവോ? അവന് ഭക്ഷണം വേണ്ടാത്ത? അവൻ നല്ല പിണക്കത്തില്ല. അതെന്തിനാ? എത്ര നാളായിട്ട് അവൻ നിങ്ങളോട് പറയുന്ന ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, അത് കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിലാ. എൻ്റെ അമ്പിളി, അവന് ബൈക്ക് ഓടിക്കാൻ പ്രായമാകുമ്പോൾ ഞാൻ അവന് ബൈക്ക് ഓടിച്ച് വേണ്ടി കൊടുക്കാം. ഇപ്പൊ അവന് ബൈക്ക് ഓടിക്കാൻ പ്രായമായിട്ടില്ല. അവന്റെ കൂട്ടുകാർക്കെല്ലാം ബൈക്ക് ഉണ്ടെന്ന് അവൻ പറയുന്നേ. ഇനി അവൻ പഠിക്കുന്ന സമയത്ത് പഠിക്കട്ടെ, ബൈക്ക് ഓടിച്ച് നടക്കുകയാണോ വേണ്ടത്? അവനൊരു ബൈക്ക് മേടിച്ചു കൊടുത്താൽ എന്താ നിങ്ങൾക്ക്? വേറെ ആർക്കും അല്ല, സ്വന്തം മോനല്ലേ. എൻ്റെ അമ്പിളി, അതിന് ഇവിടെ കാശ് എവിടെ ഇരിക്കുന്നേ?
ടീമേ കബൂർ ഡയലോഗ് അടിക്കല്ലേട്ടാ. ടീമോ? അല്ല ബായ്. ബായി അല്ല ഡാഡ്. ഏതാണ്ട് അടുത്ത് വരുന്നുണ്ട്, പറ. എത്ര നാളെ ഞാൻ പറഞ്ഞു ബൈക്ക് വാങ്ങിത്താ ബൈക്ക് വാങ്ങിത്താന്ന്. ഇവരെന്താണ് ഈ പറയണത്? ബൈക്കിനധികം ചിൽസ് ഒന്നും കൊടുക്കണ്ട ഡാഡ്. കുറച്ച് ചിൽസ് മാത്രം നമ്മുടെ കയ്യിൽ മതി, ബാക്കി ചിൽസ് മൊത്തം CC-ക്കാർ. എന്റെ ശ്യാമ, നീ തോറ്റ വിഷയമായ കെമിസ്ട്രിയും ബയോളജി ആദ്യം എഴുതിയെടുക്കാൻ നോക്ക്. നിനക്ക് ബൈക്ക് ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ അച്ഛൻ നിനക്കൊരു ബൈക്ക് മേടിച്ചു തരും. ഡാഡി ഇതുപോലെ മെറ്റൽ ഡയലോഗ് അടിക്കലേട്ടാ. ബൈക്ക് മേടിച്ചു തന്നില്ല പച്ചവെള്ളം ഞാൻ കഴിക്കില്ല വീട്ടിൽ നിന്ന്. ടീമിന്റെ ഒക്കെ മകനായി ജനിച്ചല്ല എന്റെ ഗോഡേ. അമ്പിളി, പണ്ടൊക്കെ എല്ലാവരും വള്ളുവനാടൻ ഭാഷയായിരുന്നു, ഇപ്പൊ എല്ലാവരും ഫോർട്ട് കൊച്ചി ഭാഷയായി. എനിക്കതല്ലേ മനസ്സിലാകാത്തത്. നീ ഞാനും ഫോർട്ട് കൊച്ചിയിലുള്ളതല്ല, പിന്നെ ഇവനെങ്ങനെ ഈ ഫോർട്ട് കൊച്ചി ഭാഷ കിട്ടി? അല്ലല്ലോ എനിക്കറിയാം. നിങ്ങൾക്ക് എന്താ അവനോട് ഇത്രയും ദേഷ്യം? ഈ പ്രായത്തിലുള്ള പിള്ളേർ ചോദിക്കുന്നല്ലേ അവനും ചോദിച്ചുള്ളൂ. അമ്പിളി, നീ എന്തിനാണ് എന്റെ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഇല്ല. നീ കരയാതിരിക്കാൻ അവനൊരു ബൈക്ക് മേടിച്ചു എന്നെ നിനക്ക് ഇപ്പൊ പ്രശ്നം? ഇവിടെ കരച്ചിൽ എന്നെ പെടുത്തിക്കളയുന്ന അമ്പളിക്ക് ഇപ്പൊ എന്നാ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. മോന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം. അവനിപ്പോ ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അവനൊരു ബൈക്ക് മേടിച്ചു കൊടുക്കും. സത്യമാണ്. സത്യം. മോനെ ടീമോ ഒക്കെ അടിച്ചിട്ടാ. ചെയ്തേക്കാളും വലുതാണല്ലോ ആളെ കിടക്കുന്നത്. പൊളിക്കും മോളെ, ഇത് നമ്മ പൊളിക്കും മുത്തേ. എന്താന്നറിയോ കാര്യം? നമ്മളൊരു ബൈക്ക് മുതലാളിയായ മച്ചാനെ അടിപൊളി. ഡാഡിയുടെ അടുത്ത് ഒരു നമ്പർ ഇട്ട് നോക്കിയതാണ്. മമ്മി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. അത് ഫ്ലാറ്റ്. മോനെ ബൈക്ക് എന്തേ? ബൈക്ക് നമ്മുടെ ഷാജിയണ്ണൻ്റെ ഇടയിൽ ഓൾട്രേഷൻ കൊടുത്തേക്കണടാ. ചിൽസ് ഒക്കെ വരില്ല മോളെ, ആദ്യം നമുക്കൊന്ന് പൊളിക്കാം. നമ്മുടെ ഷാജിയണ്ണൻ തന്നെ ഉണ്ടടാ. പൊളി. ഇത് നമ്മിന്ന് പൊളിക്കോട്ടെ മച്ചാനെ. വണ്ടി നന്നായിട്ട് പണിന്നു കേട്ടാ. മറ്റേ ക്രാഷ് കാർഡിന്റെ പണി റെഡിയാക്കിയിട്ടുണ്ട്. ചിറക്, 2 ഇൻഡിക്കേറ്റർ എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്പീഡ് നല്ല സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. അടിച്ചു പൊളിക്കാം. വണ്ടി എങ്ങനെയുണ്ട്? താങ്ക് യു. അപ്പൊ നമ്മുടെ ചിൽസിന്റെ കാര്യം ആദ്യം പൊളിക്കട്ടെ. ഇതൊന്നും താകർത്തായിട്ട് വരട്ടെ ഒന്ന് പോയിട്ട്. People wanna step into the party and jive. Watch 'em make it, break it down, the music will just ooze. What you wanna do, baby? It's on you, baby. Trying to walk around, man, who the hell are you? കണ്ട, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്ന അവസ്ഥയിപ്പോൾ അല്ലേ? ഇപ്പം മകൻ്റെ അവസ്ഥ എന്താണ് സാറേ? ആക്സിഡൻറ്റ് ശേഷം അവൻ്റെ 2 കാലും പോയി, അവൻ്റെ പഠിത്തവും പോയി, അവനൊന്നും മിണ്ടത്തുമില്ല. ഞങ്ങളുടെ പ്രതീക്ഷയും പോയി സാറേ. പ്രതീക്ഷ പോകേണ്ട കാര്യമില്ല, ഒക്കെ ശരിയാവും. എവിടാ സ്ഥലം? എവിടാണ്? വെളിയന്നൂർ എംബസി ആയിട്ട് ഞാനൊന്ന് ബന്ധപ്പെടാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. പണ്ടൊക്കെ നമ്മുടെ കവലകളിൽ അർശസിൻ്റെയും മൂലക്കുരുവിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞുള്ള ബോർഡുകളായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പം ചെറുപ്പക്കാർ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ച ചെറുപ്പക്കാരുടെ ഫ്ലെക്സ് ബോർഡുകളാണ് കൂടുതലും. എത്ര കണ്ടാലും ഈ ചെറുപ്പക്കാർ പഠിക്കുന്നില്ല.
ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിച്ച മാതാപിതാക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഫ്രീക്കന്മാരായിട്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരിച്ചു പോയാൽ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തല്ലിക്കെടുത്തല്ലടോ ഫ്രീക്കന്മാരെ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഫ്രീക്കന്മാരെല്ലാം കൂടെ ശക്തമായിട്ട് ഒന്ന് ആലോചിക്കണം, ഒരു തീരുമാനം എടുക്കണം കേട്ടാ. പേടിക്കണ്ട, എംബസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവില്ല, വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. പോയിക്കോ എന്നാ, ശരി കേട്ടാ, ശരി പോക്കോ. പോയിച്ച അവിടെ നിന്നോ 100 പ്രാവശ്യം പാവം പറഞ്ഞു, എന്നാലും പോത്തില്ല. എന്താ അല്ലേ, 100 പ്രാവശ്യം പറഞ്ഞു പോവാൻ പോയില്ല, അതാ. ഇപ്പം കണ്ട ഈ റോഡ് അപകടങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ്. നമ്മൾ മലയാളികൾ റോഡിലിറങ്ങിയ പരസ്പരം ശത്രുക്കളാണ്. ചെറിയ വണ്ടിക്കാരന് വലിയ വണ്ടിക്കാരനോട് ശത്രുത, കാൽനടക്കാരന് വണ്ടി ഓടിക്കുന്നവനോട് ശത്രുത അല്ലേ? ഇതൊക്കെ മാറ്റണ്ടേ മലയാളികളെ? ഒരു ജനനം നടക്കുമ്പോൾ റോഡിൽ 100 മരണം നടക്കുക, കഷ്ടമല്ലേ ഇത്? ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ നമുക്ക്? നിങ്ങൾ മലയാളികളുടെ ചില ശീലങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേ, അപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഇല്ലാതാവും. എന്താ, കറക്റ്റല്ലേ? ഇപ്പോൾ ഗുഡ് നൈറ്റ്.